കോക്കനട്ട് മക്രോണി, തേങ്ങയും മക്രോണിയും കൂടി ചേർത്തുണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഈ മക്രോണി ഒന്ന് വേവിപ്പിച്ചെടുക്കണം. മക്രോണി വെള്ളത്തിലിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവായി കിട്ടും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു സവാള, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ എന്തെങ്കിലും. ഞാനൊന്നും ആഡ് ചെയ്യില്ല. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വെന്ത് വന്നാൽ അതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മസാല ആഡ് ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്തത്. എരിവിന് കണക്കായിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡിഷിൽ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുത്തത്. ചിരകിയ തേങ്ങയാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മക്രോണി തേങ്ങയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചിരകിയിടുന്നതാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് വേവിപ്പിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയും മക്രോണിയും എല്ലാം മിക്സായി വരണം. ഇപ്പോൾ മക്രോണിയും തേങ്ങയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് മക്രോണി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ചും കൂടി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.